എത്ര കാലം കൊണ്ട് ഒരു തരത്തിലും സ്കിൻ കെയർ ഒന്നും ചെയ്യാതെ ഒരു ഫേസ് പാക്ക് പോലും ഫേസിലിടാണ്ട് സ്കിന്ന് നന്നായിട്ട് ഡാമേജായി പോയിട്ടുണ്ട്. നമുക്ക് ഓൾറെഡി നല്ല നിറം ഉണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ സ്കിന്നായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം അതൊന്ന് ഡാമേജായി പോയിട്ടുണ്ട്. ഡള്ളായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി നേരെയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് കേട്ടോ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് എല്ലാവർക്കും എല്ലാ തരം സ്കിൻ ടോണിനും യൂസ് ചെയ്യാൻ പറ്റുന്നതും, ഡ്രൈ സ്കിൻ ആയാലും നോർമൽ സ്കിൻ ആയാലും ഓയിലി സ്കിൻ ആയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതും ഒരു 15 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവർക്കും യൂസ് ആക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഇതൊരു ഫംഗ്ഷൻ പാർട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഉറപ്പായി നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. അതല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഗ്ലോയിങ് സ്കിൻ കിട്ടാനായിട്ട് ആഴ്ചയിലൊരു 3 ദിവസം മുതൽ 4 ദിവസം വരെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം. ഇതെങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കണ്ടു നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. സ്കിന്നിലൊരു നല്ല ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒപ്പം ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. സോ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. ആദ്യം തന്നെ സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. ഏതൊരു സ്കിൻ കെയർ ചെയ്യുമ്പോഴും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്കിൻ ക്ലെൻസിങ് ആണ്. അത് ചെയ്യാം, മേക്കപ്പ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് അലോവേര ജെല്ലാണ്. ഞാനിവിടെ ഐസ് ക്യൂബ് ആക്കി വെച്ചിരിക്കും. എന്നിട്ട് ആവശ്യം വരുമ്പം ഇതുപോലെ അലിയിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഈ കട്ടയായിട്ട് വരുന്ന ഭാഗം ഞാനിപ്പോൾ മാറ്റും. എന്നിട്ട് നമ്മുടെ നീര് മാത്രമായിട്ട് എക്സ്ട്രാക്റ്റ് ചെയ്ത് അത് നമ്മുടെ ഒരു ബൗളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെ നീര് മാത്രം, അലോവേര ജെല്ലിൻ്റെ നീര് മാത്രമായിട്ട് എടുക്കാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റിയൽ ആയിട്ടുള്ള കറ്റാർ വാഴ, നാച്ചുറലായിട്ടുള്ള കറ്റാർ വാഴ കിട്ടത്തില്ല എന്നാണെങ്കിൽ നമുക്ക് പാക്കറ്റിൽ കിട്ടുന്ന പ്രോഡക്റ്റായിട്ട് വാങ്ങുന്ന കറ്റാർ വാഴയുടെ ജെല്ലും യൂസ് ചെയ്യാം. ഇതുപോലത്തെ പാക്കറ്റായിട്ടുള്ളത് ഏതൊരു ബ്രാൻഡും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ളത്, അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഓക്കെ, അലോവേര ജെല്ല് ഏത് വേണമെങ്കിലും എടുക്കാം. പുറത്തുനിന്നായാലും നമ്മൾ വീട്ടിൽ കിട്ടുന്നതായാലും യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കോഫി പൗഡറാണ്. ഈ ഒരു അലോവേര ജെല്ലിൻ്റെ ആ ഒരു നീരിലോട്ട് ഞാൻ കോഫി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രമാണ് ചേർക്കുന്നത്. ഒരു ഫുൾ പാക്കറ്റൊന്നും ആവശ്യമില്ല. ഒരു അര സ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. കുറച്ചധികം തന്നെ നമ്മുടെ കറ്റാർവാഴയുടെ നീരുണ്ട്. സ്റ്റിൽ നമുക്ക് വെറും അര സ്പൂൺ മാത്രം കോഫി പൗഡർ മതി. കോഫിയുടെ ക്വാണ്ടിറ്റി ഒരുപാട് എടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിന്നെ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനും സ്കിൻ സൂത്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. കോഫിയിലാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്ത് ഇൻസ്റ്റൻ്റായിട്ട് ബ്രൈറ്റ്നസ് കൊണ്ടുവരാനായിട്ട് സഹായിക്കുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ അലോവേര ജെല്ലെന്ന് വെച്ചാൽ സ്കിന്നിനെ നന്നായിട്ട് ഹീൽ ചെയ്യാനും സൂത്തൻ ചെയ്യാനും സഹായിക്കും. അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തേനാണ്. തേൻ, നമ്മുടെ സാധാരണ തേൻ നമുക്ക് ബോട്ടിൽ വാങ്ങാൻ കിട്ടും, നാച്ചുറലായിട്ടുള്ളതെങ്കിൽ അതെടുക്കുക. ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്, കിട്ടുന്നത് അതെടുക്കുക. അപ്പോൾ ഞാൻ ഡാബറിൻ്റെ ഹണിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് മാത്രം, ഒരു അര സ്പൂൺ മാത്രം ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു യൂത്ത്ഫുൾ ഗ്ലോ തരാനും അതുപോലെ പെട്ടെന്ന് നമുക്ക് ഒരു ഡൾനെസ് ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ മാറ്റാൻ സഹായിക്കുന്നതാണ് തേൻ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത്, ഇതിപ്പോൾ മൊത്തം ലിക്വിഡ് ഇൻഗ്രീഡിയൻസ് ആണ്. ഇനി ഇത് മിക്സ് ആക്കാനായിട്ട് ഇതിന് നമുക്ക് ഫേസിലോട്ട് മെസ്സൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യാനായിട്ട് മാത്രം നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ബേസ് എന്ന് പറയുന്നത് അലോവേര ജെല്ലും കോഫി പൗഡറും ഒക്കെ തന്നെയാണ്. ഇത് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസി ബാലൻസ് ചെയ്യാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. അല്ലാതെ അരിപ്പൊടി വെച്ചിട്ട് ഒരുപാട് സ്കിൻ ബ്രൈറ്റനിങ്, ആൻറ്റി ഏജിങ് ഫേസ് പാക്ക് എല്ലാം തന്നെ നമുക്ക് പ്രായമാകുന്നത് തടയാനുള്ള ഫേസ് പാക്ക് ഒക്കെ തന്നെ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കത് വളരെ വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ ചാനലിൽ തന്നെ താഴോട്ട് നോക്കിയാൽ മതി. ക്യാപ്ഷനും ടൈറ്റിലൊക്കെ വലുതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാവും. സോ നിങ്ങൾക്കത് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും പറ്റും. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഇവിടെ നമ്മുടെ റൈസ് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, അരിപ്പൊടി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കുകയാണ്. എത്രയാണോ നമുക്ക് സ്കിന്നിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടത് അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അത്രയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കുക. പാക്ക് പ്രിപ്പയർ ആയിട്ടുണ്ട്. ഇനി ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ ഐറ്റമാണ്. ഇതിൽ നമ്മളിപ്പോൾ നാച്ചുറലായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മാത്രമല്ലേ ചേർത്തിട്ടുള്ളത്. എന്നാൽ കുറച്ച് ഹാർഷായിട്ടുള്ള ഒന്നുമില്ല,
വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ പാൽ അല്ലെങ്കിൽ തൈരൊന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് എക്സസ് ആയിട്ട് ഓയിലിനെസ് ഉണ്ടാകുന്ന ഒരു സ്കിന്നാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പിമ്പിൾസ്, ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഈ ഡയറി പ്രോഡക്ട്സിനോട്, പാൽ, തൈര് തുടങ്ങിയ സാധനങ്ങളോട് അലർജി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാര്യം ഇതിൽ നമ്മൾ അങ്ങനത്തെ യാതൊരു ഐറ്റവും ചേർത്തിട്ടില്ല. പിന്നെ കറ്റാർ വാഴ അലർജി ആയിട്ടുള്ളവരുണ്ടെങ്കിൽ, കറ്റാർ വാഴ സെറ്റ് ആവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കറ്റാർ വാഴയ്ക്ക് പകരമായിട്ട് തൈര് ചേർത്ത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തക്കാളിയുടെ നീര് ചേർത്തും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാ ഈ ഒരു പാക്ക് ഞാൻ എൻ്റെ ഫേസിൽ മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ വിട്ടുപോയ എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾ ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. ഏതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് നിങ്ങൾക്ക് സ്യൂട്ടബിൾ അല്ലാന്നുണ്ടെങ്കിൽ അത് മാറ്റിയേക്കുക. എന്നിട്ട് നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ച് റീപ്ലേസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ പറയാത്ത പല ഇൻഗ്രീഡിയൻസും നിങ്ങൾക്ക് നന്നായിട്ട് വർക്ക് ആവുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് ഈ ഒരു പാക്കിനൊപ്പം ചേർത്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, ബേസിക് ഐഡിയ, ഇത് ചേരുമോ എന്നുള്ള കാര്യത്തിൽ. അങ്ങനെയാണെങ്കിൽ ചെയ്യാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി എക്സ്ട്രീംലി ഡ്രൈ സ്കിൻ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കും ഈ ഒരു പാൽ അല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യുന്നത് നല്ലതാണ്. സ്കിന്നിനെ കൂടുതലൊന്ന് നറിഷ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി തൈരും പാലും സെറ്റാവാത്ത ഡ്രൈ സ്കിന്നുകാരാണെങ്കിൽ ഒരു വിറ്റമിൻ ഇയുടെ ക്യാപ്സ്യൂൾ അല്ലെങ്കിൽ ഒരു ഹാഫ് സ്പൂൺ മാത്രം, ചെറിയ സ്പൂണിൽ ഹാഫ് സ്പൂൺ മാത്രം ഗ്ലിസറിൻ കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് യൂസ് ആക്കാം. പല തരത്തിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ഈ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ സാധനങ്ങൾ നിങ്ങളുടെ സ്കിന്നിനനുസരിച്ച് യൂസ് ആക്കിയാൽ മതി. നന്നായിട്ട് നമുക്ക് സ്കിന്നിൽ ആ ഒരു ചേഞ്ച് അറിയാനായിട്ട് പറ്റും. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് നിങ്ങളിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും വിശേഷ ദിവസമാണ് പുറത്ത് പോകാനുണ്ടെങ്കിൽ തലേ ദിവസം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അല്ല, തലേ ദിവസം പറ്റില്ല എന്നാണെങ്കിൽ രാവിലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് തരാനായിട്ട് ഹെൽപ്പ്. ഒരു 15 മിനിറ്റ് വെച്ചേക്കുക. 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുമ്പോൾ ആ ഒരു ഗ്യാപ്പിനുള്ളിൽ തന്നെ ഈ ഒരു പാക്ക് വന്നിട്ട് നന്നായിട്ട് ഒരു സെമി ഡ്രൈ ആകും. ആ ഒരു സമയത്ത് തന്നെ വെള്ളം നന്നായിട്ട് തളിച്ചു കൊടുത്ത് വാഷ് ചെയ്യാം. സ്ക്രബ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അരിപ്പൊടി ആയതുകൊണ്ട് സ്ക്രബ് ചെയ്യാൻ തോന്നും, എന്നാലും വേണ്ട. സ്ക്രബിങ് അല്ലാതെ ചെയ്യുന്നതാണ് നല്ലത്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം സ്ക്രബ് ചെയ്യുന്നതാണ് നല്ലത്. ഒരുപാട് സ്ക്രബ്സ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. അരിപ്പൊടി വെച്ച് തന്നെ ഒരുപാട് സ്ക്രബ്സ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്ക്രബും യൂസ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾക്കിത് വെച്ച് ആഴ്ചയിൽ 1-2 ദിവസം സ്ക്രബ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ 1-2 ദിവസം മാത്രം സ്ക്രബ് ചെയ്താൽ മതി എല്ലാവരും. അതുകൊണ്ട് തന്നെ ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാവാണ്ടിരിക്കാനാണ് കറക്റ്റായിട്ട് പറഞ്ഞത്. സോ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അലോവേര ജെല്ല് വെച്ച് മോയ്സ്ചറൈസ് ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി സ്കിന്നിനെ ഒന്ന് ടൈറ്റൻ ചെയ്യാനും ഡ്രൈ ആക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അതുകൊണ്ട് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം ഉറപ്പായിട്ടും ഒരു മോയ്സ്ചറൈസർ അല്ലെങ്കിൽ ഒരു അലോവേര ജെല്ല് അപ്ലൈ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് വീഡിയോ റെക്കമെൻഡേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഉറപ്പായിട്ടും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. തീർച്ചയായും ചെയ്യുക.